ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി ബിജെപി ക്രൈസ്തവരുടെ പൊതുവിഷയങ്ങൾ ഏറ്റെടുത്ത് സമരത്തിനൊരുങ്ങുകയാണ്. തുടക്കമെന്ന നിലയിൽ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ മാർച്ച് നടത്താനാണ് നീക്കം. ഇന്ന് നടക്കുന്ന ബിജെപി കോർ കമ്മിറ്റിയിൽ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകും. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. അതിനു മുൻപ് എന്താണ് ഈ ജെ.ബി. കോശി കമ്മീഷൻ നൽകുന്ന പ്രധാന ശുപാർശകളെന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുന്നു. ഈ ക്രൈസ്തവ വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും PSC നിയമനങ്ങളിൽ കൂടുതൽ സംഭരണം വേണമെന്നാണ് ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷന്റെ പ്രധാന ശുപാർശകളിൽ ഒന്ന്. മറ്റൊന്ന്, സൺഡേ സ്കൂൾ അധ്യാപകർക്കും ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. തീരദേശങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ അടക്കമുള്ളവർക്ക് പുനരധിവാസത്തിന് കൂടുതൽ മെച്ചപ്പെട്ട പാക്കേജ് വേണമെന്നാണ് മറ്റൊരു ജെ.ബി. കോശി കമ്മീഷന്റെ ശുപാർശ. തീരുന്നില്ല. മലയോര മേഖലകളിൽ ക്രൈസ്തവരടക്കമുള്ള എല്ലാവരും നേരിടുന്ന വന്യമൃഗ ഭീഷണിക്ക് പരിഹാരം വേണം. വന്യമൃഗ ആക്രമണങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയവയാണ് മറ്റ് ശുപാർശകൾ. കുട്ടനാട്ടിലെ ജീവിത നിലവാരം ഉയർത്താനും മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം നേരിടുന്നതിനും പ്രധാന നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വിദ്യാഭ്യാസം, സാമ്പത്തികം, ന്യൂനപക്ഷം എന്നീ മേഖലകളിൽ ക്രൈസ്തവരുടെ വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട റിപ്പോർട്ടാണ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട്. പ്രേക്ഷകരുടെ അറിവിലേക്കായി പങ്കുവെച്ചുവെന്ന് മാത്രം. നമുക്ക് നേരെ ഇനി ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, കഴിഞ്ഞ 2 വർഷമായി ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ക്രൈസ്തവർ ഒന്നാകെ. അക്കാര്യത്തിൽ സംശയമില്ല. ആ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട്. അത് ഏറ്റെടുക്കുകയാണ് ബിജെപി. സ്വാഭാവികമായും നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നപ്പോൾ പൂർണ്ണമായും ക്രൈസ്തവരെ ഒപ്പം നിർത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ബിജെപിക്ക് ഉള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആവശ്യമായ ഈ ജെ.ബി. കോശി കമ്മീഷൻ ഏറ്റെടുത്ത് സമരത്തിന് ബിജെപി ഇറങ്ങുന്നതും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? വിവരങ്ങൾ. തീർച്ചയായും ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്കതിനെ വിലയിരുത്താം. അതായത് ഈ സമീപകാലത്ത് പല സഭകളും സഭാധ്യക്ഷന്മാരും ഒക്കെ ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള സമരരംഗത്തേക്കൊക്കെയും പല സമരങ്ങളിലുമൊക്കെ ഉന്നയിക്കപ്പെട്ടൊരു വിഷയം തന്നെയാണിത്. ആ വിഷയം ബിജെപി ഉന്നയിക്കുന്നു. അതായത് സംസ്ഥാന സർക്കാർ അതിന് മുതിരാതെ വരുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസും അതിനുവേണ്ടി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ 2 പാർട്ടികളും, ഇടത് വലത് മുന്നണികൾ രംഗത്ത് വരാത്തൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിനിടയിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം തന്നെയാണുള്ളത്. കേവലം സഭാധ്യക്ഷന്മാരെ മാത്രം കയ്യിലെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ അനുകൂല പ്രതികരണം ഉണ്ടായതുകൊണ്ട് മാത്രം വോട്ട് ബാങ്കിലേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളതാണ് ബിജെപിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. ഈ അടുത്ത കെ സുരേന്ദ്രൻ, ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, തൃശ്ശൂരിലെ വിജയവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പരാമർശത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സഭകളുടെ വോട്ട് കിട്ടിയോ എന്ന് ചോദിച്ച സമയത്ത് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സഭ ഔദ്യോഗികമായി പല വിഷയങ്ങളിലും ആ നിലയിൽ വോട്ട് ചെയ്യുന്നു എന്ന് കരുതാൻ ബിജെപി ഇപ്പോൾ തയ്യാറല്ല. നിരന്തരം ദീപിക അടക്കം പല വിഷയങ്ങളും രാഷ്ട്രീയമായി തന്നെ ആയുധമാക്കി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുക എന്ന തന്ത്രം, അതിനെ പറ്റിയ വിഷയങ്ങൾ എന്തൊക്കെ എന്ന അന്വേഷണത്തിലായിരുന്നു ബിജെപി. എന്തായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങൾ സംബന്ധിച്ചൊരു അന്തിമമായ വ്യക്തത ഉണ്ടാക്കാനാണ് കോർ കമ്മിറ്റിയുടെ ഒരു അജണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അവർക്ക് മുന്നിലുള്ളത്. ഈ നിയമസഭാ സമ്മേളനം ചേരുന്ന കാലയളവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ. അതിനായി ബിജെപിയുടെ നമുക്കറിയാം കേന്ദ്ര നേതാക്കൾ, ക്രൈസ്തവ നേതാക്കൾ കേരളത്തിൽ നിന്നുള്ളവർ തന്നെ നിരവധിയുണ്ട്. അൽഫോൺസ് കണ്ണന്താനവും അനിൽ ആന്റണിയും ടോം വടക്കൻ, അങ്ങനെ പല നേതാക്കളും അവിടെ നിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ചുമതലയുള്ള അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളുണ്ട്. അങ്ങനെ ഇത്തരം മുഖങ്ങളെ മുൻനിർത്തിയ ഒരു സമരത്തിന്, ആ വിഷയത്തിൽ സമരത്തിന് രംഗത്തിറങ്ങുക എന്നുള്ളതാണ്. നമുക്കറിയാം മുനമ്പം വിഷയത്തിൽ ബിജെപി അതിശക്തമായി നിൽക്കുകയും ആ സമരരംഗത്ത് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നിന്നുകൊണ്ട് ഒരു പരിധിവരെ അവിടെ ബിജെപിക്കടക്കം കമ്മിറ്റി രൂപീകരിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ രാഷ്ട്രീയമായി വളരുക എന്ന തന്ത്രം തന്നെയാണ് ഈ വിഷയത്തിൽ ബിജെപിയെ സംബന്ധിച്ച് ഉള്ളത്. കേവലം സഭാധ്യക്ഷന്മാരോ അല്ലെ ദീപികയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല പ്രതികരണം നേടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് സഭകൾക്കുള്ളിലേക്ക്, വിശ്വാസികൾക്കുള്ളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണിത്. ശരി ശ്രീജിത്ത്, തുടരുക. ഞാൻ വരാം. ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കബീൽ നമുക്കൊപ്പം ചേരുന്നു. ഫാദർ, നമുക്ക്
ഈ 2 വർഷമായിട്ടുള്ള പ്രധാനമായും കേരളത്തിലെ എല്ലാ ക്രൈസ്തവരുടെയും ആവശ്യമാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക, അത് നടപ്പാക്കും. പക്ഷെ അത് നടപ്പാകുന്നില്ല. സർക്കാർ അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴിതാ നോക്കൂ, BJP ഇവിടെ ഈ വിഷയം ഏറ്റെടുക്കുന്നു, അവർ സമരത്തിനൊരുങ്ങുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു? JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുകയും അതിലെ നിർദ്ദേശങ്ങൾ ക്രൈസ്തവ നേതാക്കളുമായിട്ട് സഭാ നേതൃത്വവുമായി ചർച്ച ചെയ്ത് നടപ്പിൽ വരുത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസും ക്രൈസ്തവ സഭാ നേതൃത്വവും ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതിനൊരു അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ ദുഃഖകരവും പ്രതിഷേധം ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ വശങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിച്ച ആളുകൾ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഉദാഹരണത്തിന് ഈ ഒക്ടോബർ മാസം 13-ാം തീയതി തൊട്ട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് അഭിനന്ദമാർ ജോസഫ് പമ്പളാനി പിതാവ് ഉദ്ഘാടനം ചെയ്യുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു കേരള യാത്ര, അവകാശ സംരക്ഷണ യാത്ര തുടങ്ങുകയാണ്. 24-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അത് അവസാനിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയം തന്നെ പ്രധാനമായിട്ട് എടുത്ത് മറ്റ് ന്യൂനപക്ഷ അവകാശ വിഷയങ്ങളും എടുത്ത് ഞങ്ങളുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ സാറിന്റെ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള അധ്യക്ഷതയിൽ നടത്തുന്ന ഈ യാത്ര ഈ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. അപ്പോ ഈ യാത്രയിലും ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഈ കാര്യത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഏതായാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാരുകൾ മാറി നിന്ന് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ പഠിച്ച് അതിന് പരിഹാരം കാണേണ്ടത് ആവശ്യകമാണ്. അതുപോലെ തന്നെയുള്ള പല വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ JB കോശി കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണെങ്കിൽ പോലും ഈ വിദ്യാഭ്യാസ രംഗത്തെ ചൂഷണങ്ങൾ, അതായത് ഈ ഭിന്നശേഷി പെട്ട ആളുകളുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, അതുകൊണ്ട് ന്യൂനപക്ഷത്തിലുള്ള ഞങ്ങളുടെ കോർപ്പറേറ്റ് സ്കൂളുകളിൽ അധ്യാപകരെ നിയമിച്ചത് ഗവൺമെന്റ് അംഗീകരിക്കാതിരിക്കുന്ന വിഷയം, ഇതൊക്കെ ഉണ്ട്. ഒത്തിരിയേറെ വിഷയങ്ങൾ. അതുപോലെ കർഷകരെ സംബന്ധിച്ച് അപ്പോൾ ഈ വലിയ വിഷയങ്ങൾ BJP ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെ നോക്കിക്കാണുന്നു? ഞങ്ങൾ BJP ഏറ്റെടുക്കുന്നതോ ഇല്ലെന്നല്ല ഞങ്ങളുടെ വിഷയം. പൊതുജനം ഇത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം. കർഷകരെ, ക്രൈസ്തവരെ, ന്യൂനപക്ഷങ്ങളെ ഒക്കെ വിലക്കെടുക്കുന്ന ആളുകളെ ഞങ്ങളും അതുപോലെ തന്നെ വിലക്കെടുക്കും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും പരിഗണിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരാണോ ആ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നവരോട് ഞങ്ങളും പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നത് സ്വാഭാവികമാണല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് അവഗണിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് പറയാനാണ്? പലതവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു സഹകരണവും കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ നമ്മൾക്കെതിരാണെന്നാണല്ലോ. അപ്പൊ നമുക്ക് അനുകൂലമായിട്ട് ആര് വന്നാലും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല. സഭയ്ക്കും കത്തോലിക്ക കോൺഗ്രസിനും എപ്പോഴും പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകളാണുള്ളത്. ഞങ്ങളുടെ വിഷയങ്ങളിൽ ഞങ്ങളോട് സഹകരിക്കാൻ വരുന്നവരെ ഞങ്ങൾ നിരാകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ന്യൂനപക്ഷങ്ങളുടെ വിഷയം അത് പരിഗണിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് തന്നെ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും നന്ദി ശ്രീ ഫാദർ ഫിലിപ്പ് കവിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഞാൻ ശ്രീജിത്തിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീജിത്ത്, ഈ ശുപാർശകൾ നടപ്പാക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇപ്പോഴിതാ നോക്കൂ, ഇവിടെ BJP നേരിട്ട് ഈ വിഷയം ഏറ്റെടുക്കുന്നു, സമരത്തിലേക്ക് ഒരുങ്ങുന്നു. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായും BJPയുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനോട് തിരിച്ചടിയാവില്ലേ ശ്രീജിത്ത്? രാഷ്ട്രീയ നേട്ടങ്ങളാണ് എല്ലാവരും ഇതിൽ ശ്രമിക്കുക ഭവ്യ. അതുതന്നെയാണ് BJPയും ശ്രമിക്കുന്നതെന്ന് തന്നെ നിസ്സംശയം പറയാം. തീർച്ചയായും ഇതിനൊരു പരിഹാരം BJP ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് അവരോട് ചേർന്ന് നിൽക്കുമെന്ന് അല്പസമയം മുമ്പ് സംസാരിച്ച ഫാദർ ഫിലിപ്പ് കവിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങൾ ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ അവർ നടപടി സ്വീകരിക്കുന്നില്ല. ഞങ്ങളുടെ വിഷയം ആരെ ഏറ്റെടുക്കുന്നോ അവരോട് അനുഭാവപൂർണമായ ഒരു നടപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വിശകലനം ചെയ്യണമെന്നില്ല. അവർ തന്നെ തുറന്നു പറയുകയാണ്, സഭകൾ തന്നെ ഫലത്തിൽ തുറന്നു പറയുകയാണ്. അങ്ങനെ ഒരു സഹായം ഉണ്ടായാൽ അതിന് BJPയെ ഞങ്ങൾ സഹായിക്കുമെന്ന് വളരെ പരസ്യമായി തുറന്നു പറയുകയാണ് ഫാദർ ഫിലിപ്പ് കവിൽ ഏതാണ്ട് ചെയ്തിരിക്കുന്നത്.
ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ ഒരു സമരം നടത്തുന്നു. അതിന് സമാന്തരമായി BJPയും ഒരു സമരം നടത്തുന്നു. ഏതാണ്ട് ഒരേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നു എന്നുള്ളതും ഇതിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയത്തിൽ കോൺഗ്രസ് കേവലം ഈ പ്രത്യേകിച്ച് സംവരണം പോലെയുള്ള പല വിഷയങ്ങളും ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റൊരു മുസ്ലിം വിഭാഗത്തെ കൂടി ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ BJPയുടെ ഈ ആവശ്യത്തോട് അല്ലെങ്കിൽ സഭകളുടെ ഈ ആവശ്യത്തോട് എത്രത്തോളം കാര്യക്ഷമമായി ഇടപെടും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അങ്ങനെ അവർക്കൊരു ഇടപെടൽ സാധ്യതയില്ല എന്ന് കാണുന്ന വിഷയമായതുകൊണ്ട് തന്നെയാണ് BJP ഇതിൽ കാര്യമായി ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗം ഈ സമരത്തിന് എങ്ങനെ എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, തീർച്ചയായും എന്തായാലും ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലടക്കം നമുക്കറിയാം വലിയ തരത്തിലൊരു ക്ഷീണം BJPക്ക് ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ക്ഷീണം മറികടക്കാൻ കൂടിയുള്ള ഒരു നീക്കമാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന കാര്യത്തിൽ സംശയമില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു കാരണം ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം. എന്തായാലും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു നീക്കം നടത്തുക തന്നെയാണ്. അത് വലിയൊരു ലക്ഷ്യമായി കൊണ്ടാടുകയാണ് BJP എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ്, ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJPയിലെ ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവ വീടുകളിൽ ചെല്ലണം, ഗൃഹസമ്പർക്കം നടത്തണം, അവരുമായി ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ BJP സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് ഏറ്റെടുക്കാൻ BJP തയ്യാറാകുന്നതും ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി തന്നെയാണ്. കാര്യത്തിൽ സംശയമില്ല. G ശ്രീജിത്താണ് വിവരങ്ങൾ.